ഈ ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാരെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് യാതൊരു ടൈമിങ്ങും ഇല്ലാത്ത നടന്മാർ കാണത്തില്ലേ? ഒരുപാട് പേരുണ്ട്, പുതിയതായിട്ട് വരുന്ന താരങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്ന ജനറേഷൻ അത്യാവശ്യം ഡാൻസും അത്യാവശ്യം മാർഷൽ ആർട്സും അത്യാവശ്യം ജിം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ചെയ്യുന്ന പിള്ളേരാണ് വരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പല നടന്മാരും പറയും നമ്മളെ ഒഴിവാക്കണം, അടിസീനിൽ ഉപയോഗപ്പെടുത്തില്ലെന്ന് പറയാറുണ്ട്, റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അത് മറ്റേ മടിയന്മാരല്ല. ഇപ്പോൾ ശ്രീനാഥ് വാസിക്കൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പുള്ളി പറഞ്ഞ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോയിന്റിൽ അത് കറക്റ്റാണ്. കാരണം അവർ റിയലായിട്ട് ചെയ്യുന്ന സിനിമകളാണ്. ഇപ്പോൾ ഈ ഒരു 3-4 വർഷമായിട്ട് അങ്ങനെയല്ല, റിയൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അടിസീൻ വേണ്ട. ഞാൻ പുള്ളീനെ ഇപ്പോൾ അടുത്തിടെ ഒരു പടം നമുക്ക് കോടതിയിൽ കാണാം, അത് റിലീസാകാൻ പോകുന്നുള്ളൂ. അതിൽ ശ്രീനാഥ് വാസിയും രഞ്ജി പണിക്കരേട്ടൻ മകന് അവർ ആണ് നായകൻ. അപ്പോൾ അതിലൊരു ഫൈറ്റ് സീൻ ഞാനാണ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ നമ്മളൊരു കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ് നമ്മളൊന്നും ഇത് അടിക്കേണ്ടത്, ഇത് അങ്ങനത്തെ സബ്ജക്റ്റ് അല്ല, ഇത് സാധാരണ നമ്മൾ ചെയ്യണമായിരിക്കും ഇങ്ങനെ ചെയ്യുക, അതല്ലേ നല്ലതെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ ആയിക്കോട്ടെ, നമ്മൾ പുള്ളിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെച്ചേക്കുക. നമ്മൾ പുള്ളിക്കല്ല, നമ്മളിപ്പോൾ എപ്പോഴും നമ്മളുടെ ഭാഗം നന്നാക്കാനുള്ള നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ കൊറിയോഗ്രാഫി ആ മറിയലും പിടിക്കലും കുറച്ച് സാധനങ്ങളിലേക്കൊക്കെ ചെന്ന് വീഴും പൊട്ടലൊക്കെ, അതായത് ഫൈറ്റ് മാസ്റ്റർ. എന്നാലാണ് ഫൈറ്റിന് ഈ എഫക്റ്റും മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ കുറേ സാധനം പൊട്ടി വീഴണം, അവിടെ മറിയണം. അല്ല നമ്മൾ വെറുതെ ചെന്ന് തറയിലേക്ക് വീഴലും ഈ ടിഷ്യൂ എന്ന് കാണിക്കുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം എല്ലാ ഫൈറ്റ് മാസ്റ്ററും അങ്ങനെ കുറച്ച് ആവശ്യമില്ലാത്തൊക്കെ കയറ്റാൻ ശ്രമിക്കും. അത് നമ്മളുടെ ജോലിയുടെ ഭാഗമാണ്. ഉപദ്രവിക്കലല്ല, ഇതൊന്നും ചെയ്താൽ ഇതൊന്നും ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, ഞാനൊക്കെ ഫൈറ്റ് ചെയ്യണണ്ട, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരി. അപ്പോൾ ഡയറക്ടറുടെ അടുത്ത് ഞാനത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ എന്നാൽ അവർ പറയണ മാതിരി തന്നെ ചെയ്തോളാം പറഞ്ഞു. ഡയറക്ടർക്ക് അത് നടന് വേണ്ടി നമ്മളത് അനുസരിച്ച് കൊടുക്കണം. കാരണം അവർ പറയണത് കറക്റ്റാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു സിനിമയിൽ അവിടെ ചെന്ന് മറിഞ്ഞ് ഇതൊക്കെ പൊട്ടി വീഴുന്നതൊന്നും ആളുകൾ വിശ്വസിക്കില്ല. സിനിമയിൽ നമ്മുടെ നാച്ചുറൽ സാധനം പുള്ളിക്ക് അറിയാമോ? പുള്ളിക്ക് ഭയങ്കര ധാരണയുണ്ട്. ഓരോ ഷോട്ട് പുള്ളി കാണുമ്പോൾ നമുക്ക് ആലോചനയായിട്ടല്ലേ തോന്നുള്ളൂ. അല്ല, പുള്ളി ഭയങ്കര ബ്രില്യൻ്റ് ആണല്ലോ. പുള്ളിയല്ല, പുള്ളിനെ പോലെ പലരും. ഇപ്പം വേറൊരു പടം പുള്ളിയുടെ ചെയ്യാൻ പോയപ്പോൾ പുള്ളി ആദ്യം തന്നെ ചോദിച്ചത് ഏതൊക്കെ ഷോട്ട് എടുക്കണമെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കാരണം റോപ്പിൽ കെട്ടി ഒരു മറ്റേ വേറൊരു ആർട്ടിസ്റ്റ് പുള്ളീനെ ഇങ്ങനെ പൊക്കി കറക്കണ സാധനമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എത്ര ഷോട്ട് എടുക്കേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു 8 ഷോട്ട് എടുക്കേണ്ടത് പറഞ്ഞു. ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. ബാക്കി മറ്റൊരു ഒക്കെ അവിടെ വന്ന് പറഞ്ഞപ്പോൾ പുള്ളി സമ്മതിക്കാതെ നിന്നതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പടം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളോട് കൊച്ചു അതിൽ കാര്യമില്ല. നമ്മൾ കൊച്ചു പയ്യനാണോ എന്നുള്ളതല്ല, അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. പുള്ളി പറഞ്ഞതിൽ തെറ്റില്ല. എത്ര ഷോട്ട് ഉണ്ടെന്ന് വെറുതെ ആവശ്യമില്ലാതെ അത് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ചിലപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് 1-2 ദിവസം കൊണ്ടാണ് നമ്മളൊരു ഫൈറ്റ് ചെയ്യുന്നത്. അത് തന്നെ ഇത്തിരി ബഡ്ജറ്റ് കൂട്ടി വലിയ പടങ്ങൾ ചെയ്യുമ്പോൾ 8 ദിവസം 10 ദിവസം പിടിക്കും. വിജയ്, രജനി സാറ് ഇങ്ങനെയുള്ളവരുടെ പടത്തിൽ ഒരു ഫൈറ്റ് 20 ദിവസം 25 ദിവസമാണ് ഒരു ഫൈറ്റ് മാത്രം. അപ്പോൾ അതിൻ്റേതായ ഭംഗിയും കഷ്ടപ്പാടും ആ ഷോട്ട് ബ്യൂട്ടിയൊക്കെ ഉണ്ടാവും. നമ്മളിവിടെ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടാണ് ഫൈറ്റ് തീർക്കണം. അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ വിജയുടെ പടമൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതാരാ ചെയ്തത്, സലീം ബാലി, മാഫിയ, ഇതൊന്നും ശരിയായില്ല എന്ന് ഇവർ വളരെ കൂളായിട്ട് പറയണം. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളത് ഇങ്ങനെ പണം മുടക്കി ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്നാലാണ് നമുക്ക് ഷോട്ട് എല്ലാം. ഇപ്പോൾ ശശി മാസ്റ്ററും അല്ലെങ്കിൽ നമ്മളായാലും ആരായാലും എല്ലാവർക്കും ഷോട്ട് എടുക്കാൻ അറിയാൻ പാടില്ല, അല്ല എന്തും ചെയ്യാം. അതിന് ക്യാമറ 2, 3, 4 ക്യാമറ ഒക്കെ വേണം. ഇത് ഒരു ക്യാമറ തന്നെ വെച്ചിട്ട് നമ്മളെ വിളിച്ചിട്ട് 12 മണി വരെ അവരുടെ ഷോട്ട് എടുക്കും. ലാസ്റ്റ് 12 മണിക്ക് ശേഷമായിരിക്കും നമുക്ക് ഈ ഫൈറ്റ് തീർക്കേണ്ട. നമ്മൾ 6 മണിക്കാണ് പ്ലാൻ ചെയ്ത് വരണത്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യേണ്ടി വരും. പിറ്റേന്ന് നമുക്ക് ഡേറ്റ് തരില്ല. അപ്പോൾ സ്റ്റണ്ട് വേണ്ട എന്ന് പറഞ്ഞ നടനുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ പുള്ളി അതിൽ പെട്ടാണ് നമ്മുടെ അനൂപ് മേനോൻ. പുള്ളിക്ക് താല്പര്യം മറ്റേ വീണ്ടും കണ്ണൂരിൽ ഞാനാണ് ഫൈറ്റ് മാസ്റ്റർ, ഞാൻ അഭിനയിക്കണമുണ്ട്. അതിൽ ഫൈറ്റ് വന്നപ്പോൾ പുള്ളി അതൊന്നും വേണ്ട സലീം ബാബ, ഇതൊന്നും ഇതൊന്നും ആളുകൾ ഇഷ്ടപ്പെടില്ല, ഞാനൊക്കെ ഫൈറ്റ് ചെയ്താന്ന് പറഞ്ഞ് മാറി. അല്ലെ കഥ ആവശ്യപ്പെടുന്നുണ്ട് ചെയ്തല്ലേ പറ്റൂ. അതെ, പക്ഷേ പുള്ളിക്കൊന്നും അത് താല്പര്യമില്ല. പുള്ളി വേണ്ടാതെ തന്നെ പറഞ്ഞ് മാറിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് ലാസ്റ്റ് നമുക്കത് ബുദ്ധിമുട്ട് വരും. കാരണം അപ്പം എന്നിട്ട് നമ്മുടെ പേരെഴുതി കാണിക്കുമ്പോൾ ഇത് എന്തത് ഫൈറ്റ് ചെയ്യാനുള്ള ഫൈറ്റ് ഇല്ല, അതിനുവേണ്ടി പേര്. അങ്ങനെയൊക്കെ ഒരുപാട് പടങ്ങളുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. ഈ മണിക്കൂർ നല്ല വേഷം കൊടുത്ത ഡയറക്ടറാണ്. പ്രത്യേകിച്ച് നല്ലൊരു ആ സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ സമയത്ത് പുള്ളി ഒരു സൂപ്പർ നല്ല നടനാവുന്നില്ല. പക്ഷെ മണിക്കൂർ രക്ഷപ്പെട്ടില്ല. എന്തായിരുന്നു പുള്ളി പറ്റിയത്? അല്ല, രക്ഷപ്പെടായതാ ഞാൻ പറഞ്ഞത്. എൻ്റെ അടുത്ത് നിങ്ങളൊരു കാര്യം ചോദിച്ചില്ല, നിങ്ങളെന്താ വലിയ ആർട്ടിസ്റ്റ് ആവാറുന്നത്. ഇതിന് ഭാഗ്യം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മണിക്കൂർ ഭാഗ്യമില്ല. അല്ല, ഭാഗ്യം വന്നിട്ടില്ല, അതാണ്. അല്ലെങ്കിൽ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണ്, നല്ല ടൈമിങ് ആർട്ടിസ്റ്റാണ്.
പുള്ളി തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ പുള്ളി തന്നെ എൻ്റെ അടുത്ത് പല കാര്യങ്ങളും അഭിപ്രായങ്ങളും പറയും, നമുക്ക് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്ത പുള്ളി പറയാറുണ്ട്. പുള്ളി വിവരമുള്ള ആളാണ്. പക്ഷേ ഭാഗ്യം കിട്ടണമെന്ന് പറയാം. ഭാഗ്യം കിട്ടുന്നല്ല, ഭാഗ്യമുള്ളവരുണ്ട് അവിടം വരെ എത്തിയത്, അങ്ങനെയും പറയണമല്ലോ. ഒന്നും അല്ലാതിരുന്നിടത്ത് ഇവിടം വരെ എത്തിയില്ല, അറിയപ്പെടുന്ന ആളായി. പിന്നെ പുള്ളി മറ്റേ ബിഗ് ബോസിൽ വന്ന് പുള്ളിക്ക് അത് ഫസ്റ്റ് അടിച്ച്, അതൊക്കെ വലിയൊരു സെറ്റപ്പല്ലേ. എന്നെ സംബന്ധിച്ച് പ്രേക്ഷകർക്കാണ് ഭാഗ്യമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നെക്കുറിച്ച് എൻ്റെ ഇന്നലകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും ടോപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഒന്നും ആയില്ല എന്ന് വിചാരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊന്നും ആവുമെന്ന് സ്വപ്നം കണ്ടല്ല. ഈ യുവനടന്മാരുടെ കൊത്തൊഴുക്കില്ല, ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്. മണിക്കൂട്ടൻ താന്ന് കിടക്കുകയാണ്, മുങ്ങി താന്ന് കിടക്കുകയാണ്, താന്നുപോയി. ഉയരാൻ പറ്റിയില്ല. അത് അങ്ങനെ മണിക്കൂട്ടൻ മാത്രമല്ല, ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഉയരാൻ പറ്റിയില്ല. പിന്നെ അതിൽ ഇവർക്കൊക്കെ ഒരു കാര്യം എന്നെ സംബന്ധിച്ച്, എനിക്ക് ആര് പടം ഡയറക്റ്റ് ഇന്ന പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരാളുടെ അടുത്ത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആര് വന്നാലും ഞാൻ ചെയ്യാറുണ്ട്. ഇവർക്കൊക്കെ പറ്റിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്കെന്ന് പറയാം അത് ഇങ്ങനെ കുറേ, ഞാൻ പേരെടുത്ത് പറയാനില്ല, കുറേ പുതിയ നടന്മാർ, ഞാൻ കുറേ പുതിയ നടന്മാരുടെ അടുത്തൊക്കെ നമ്മളൊരു പടത്തിന് കഥ പറയാൻ ചെന്ന് അഡ്വാൻസായിട്ട്, അപ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, ആ പ്രൊജക്റ്റ് നടക്കാതെ പോയിട്ടുണ്ട്. ഇവർ ഡേറ്റ് തരാറുണ്ട്. എന്നിട്ട് അവരൊന്നും ആയില്ല. അതെന്താ അവർ കാണിക്കുന്നത്? അല്ല, അന്ന് ഇവർ തുടക്കത്തിലൊരു പടമൊക്കെ ചിലപ്പോൾ ഒന്ന് വിജയിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ കൂടെ കുറേ പേര് കൂടും. പല നടന്മാർക്ക് പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയണത് കേൾക്കും. അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ ഇത് ശരിയല്ല, ഒരു ഡേറ്റ് തരില്ല, ഇവർ ആളുകൾക്ക് ഡേറ്റ് കൊടുക്കുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല ആർട്ടിസ്റ്റുകളും ഡേറ്റ് തരാതെ അവരൊന്നും രക്ഷപ്പെട്ടില്ല. നമ്മളെന്തായാലും കഷ്ടപ്പെട്ടില്ല, എപ്പോഴും ലൈവായിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചു. പടം വിജയിച്ചു കഴിഞ്ഞാൽ അവൻ താരമാണ് എന്നുള്ള ചിന്ത മനസ്സിൽ വരുവാണ്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ വന്ന് കൂണ് പോലെ മുളച്ച് അതേമാതിരി തന്നെയാണ് പോയിട്ടുണ്ട്. അത് ഈ പറയുന്ന ഒരു പടത്തിൽ ഏറ്റവും വലിയ സെൻട്രൽ ക്യാരക്ടറൊക്കെ ചെയ്ത ആളായിരിക്കും. പടം വിജയിപ്പിച്ച ആളാണോ? സെൻട്രൽ ക്യാരക്ടറല്ല, അതിൽ വിജയിച്ച പടത്തിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്ത ആളുകളായിരിക്കും. അവരാണ് ഈ രണ്ടാമത്. അപ്പോൾ അവരെ വെച്ച് പടം ചെയ്യാൻ വേണ്ടി, ഞാൻ പറഞ്ഞില്ലേ, എന്നെ പോലെ ഒരുപാട് സംവിധായകരുണ്ട് ഒരു ഡേറ്റ് വാങ്ങിച്ച് എങ്ങനെയും പടം ചെയ്യാൻ വേണ്ടി. അങ്ങനെ അന്ന് പുള്ളി കുഴപ്പമില്ല, എന്നാൽ പുള്ളിയുടെ അടുത്ത് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലണമുണ്ട്. എന്നിട്ട് നടന്നിട്ടില്ല. അല്ല, എന്താ അവർ പറയുന്ന കാരണം ഈ ഡയറക്ടർ അത് പറയും, ഞാനിപ്പോൾ ഡേറ്റ് കൊടുക്കണില്ല, ഇപ്പോൾ നമ്മൾ ഇത്തിരി വലിയ കമ്പനിക്കൊക്കെ കൊടുക്കുള്ളൂ, അങ്ങനെയാണ് പൂനെയാണെന്നൊക്കെ പറയും. എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഈ ക്യാരക്ടർ കടപടത്തിൽ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ അച്ചുട്ടി എന്നാണ് പുള്ളിയുടെ പേര്. ഇപ്പോൾ മറ്റേ DNA അഭിനയിച്ചില്ലേ, പുള്ളി നമ്മുടെ പടത്തിലാണ് വലിയങ്ങാടിയിൽ വില്ലനായിട്ട് അഭിനയിച്ചത്, സ്വന്തം ഡബ് ചെയ്ത പുള്ളിയൊന്നും നമ്മുടെ പടത്തിന്റെ പേര് പറയാൻ തയ്യാറായില്ല. വന്ന വഴി മറക്കുന്നവരുണ്ട്. കുറേ പേര്. അൻസിബ പറഞ്ഞിട്ടില്ല, ഇദ്ദേഹം പറഞ്ഞിട്ടില്ല, അങ്ങനെ പലരും കൊണ്ടുവന്നത് അല്ല, നമ്മളെ അങ്ങനെ പറയണ്ട. നമ്മുടെ പടത്തിലാണ് നായികയായിട്ട് വന്നത്. നമ്മുടെ അവിടെ വന്ന് ഒരു നായികനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ വന്ന് നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ടാബിൽ ഇവരുടെ പെർഫോമൻസ് കാണിച്ചു തന്നു. അപ്പം നമുക്ക് ആ കഥാപാത്രം ഇത് ഓക്കെയാണ്, അത് വന്ന് അഭിനയിച്ച് പോയി, ഒരു പ്രശ്നമില്ല, നന്നായിട്ട് ചെയ്യുകയും ചെയ്തു, നല്ല പെർഫോമൻസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം റിലീസായത് ദൃശ്യമാണ്. അതിനുശേഷമാണ് ദൃശ്യത്തിൽ ചെല്ലുന്നത്. പക്ഷെ ദൃശ്യത്തിന്റെ പേരാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഇന്റർവ്യൂവിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. പല നടന്മാർക്ക് സ്റ്റണ്ടിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റണ്ട് മാസ്റ്ററാണ്. ഇവരൊക്കെ ഇന്റർവ്യൂലൊക്കെ പലപ്പോഴും പരാമർശിക്കാത്ത വിഷമമുണ്ട്, നന്ദി ഇല്ലാത്തവരും ഉണ്ട്. അല്ല, ഈ മറ്റേ പപ്പുവേട്ടൻ്റെ മകൻ പറഞ്ഞു, സലിംബാവയുടെ പടത്തിലാണ് ആദ്യമായിട്ട് വന്നത്. അത് നമുക്ക് സന്തോഷം തോന്നി. കാരണം അവർ രക്ഷപ്പെട്ടവർ പറയുമ്പോൾ നമുക്കതൊരു ഗുണം കിട്ടും. അങ്ങനെ പറയാത്ത ഒരുപാട് പേരുണ്ട്. അത് പറയാത്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹിറ്റ് മേക്കറൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സലിംബാവയുടെ പടത്തിലാണ് വന്നതെന്നൊക്കെ പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, പ്രേക്ഷകർക്ക് ഹിറ്റാവാതെ, എന്നെ സംബന്ധിച്ച് നമ്മൾ ഹിറ്റ് തന്നെയാണ്. കാരണം ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. കഷ്ടപ്പെട്ടതിൻ്റെ ഗുണങ്ങൾ എനിക്കുണ്ട്, കിട്ടുന്നുണ്ട്. നമ്മളിപ്പോഴും ലൈവായിട്ടുണ്ട്, ഇപ്പോഴും വർക്കുണ്ടല്ലോ.